ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി സ്റ്റഡി. ഇത് നമുക്ക് 6th സ്റ്റാൻഡേർഡിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ നോക്കാം. സെക്കൻഡ് യൂണിറ്റിലെ ക്രോ ബോയ് നോക്കാം. ക്രോ ബോയ്. Let's read a story of a shy and quiet boy who had incredible talents that made him special in his own way. ഇതൊരു സ്റ്റോറി ഓഫ് എ ബോയ് ആണ് അല്ലേ? അവിടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് തിരിയുന്നുണ്ട്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ ബോയ്. ആ ബോയ് എങ്ങനെയുള്ള സ്വഭാവക്കാരനായിരുന്നു? ഹീസ് എ ഷൈ, നാണം കുടുങ്ങിയും ആൻഡ് ക്വൈറ്റ്, ഒരു സൈലൻ്റ് ആയിട്ടുള്ള ബോയ്. അത്ര ഓവർ സ്മാർട്ടായിട്ടുള്ള ബോയ് അല്ല, ഭയങ്കര എക്സ്ട്രോവേർട്ടായിട്ട് ഷൗട്ട് ചെയ്യുന്ന അങ്ങനെയല്ല, ഒരു നാണം കുടുങ്ങിയ ഒരു സാധാരണ പാവം കൊച്ച്. ബട്ട് ഹു ഹാഡ് ഇൻക്രെഡിബിൾ ടാലൻസ്, പക്ഷേ ആ കുട്ടിക്ക് വൈവിധ്യമാർന്ന ടാലൻസ് ഉണ്ടായിരുന്നു. ദാറ്റ് മെയ്ഡ് ഹിം സ്പെഷ്യൽ ഇൻ ഹിസ് ഓൺ വേ. അവൻ്റെ വഴിക്കായിട്ട് അവൻ പലതരത്തിലുള്ള ടാലൻറ്റ് അവനുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് നമുക്ക് നോക്കാമല്ലോ. Crow Boy. It's written by Taro Yashima. On the first day of our village school, one of the boys found missing. He had hidden himself in a cellar in the schoolhouse. None of us knew him. He was dark and small. He looked different from other students. He lived on the other side of the mountain. Because of his size, he was nicknamed Chibi, which meant tiny boy. എന്താണ് ഫസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് നോക്കാം. ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ആ വില്ലേജ് സ്കൂൾ തുടങ്ങുന്ന ആദ്യത്തെ ദിവസം വൺ ഓഫ് ദ ബോയ്സ് വാസ് ഫൗണ്ട് മിസ്സിങ്. ഒരു കുട്ടിയെ കാണാനില്ല. ഹീ ഹാഡ് ഹിഡൻ ഹിംസെൽഫ് ഇൻ എ സെല്ലാർ ഇൻ ദ സ്കൂൾ ഹൗസ്. ഒരു സെല്ലാർ, ചെറിയൊരു റൂം, അവിടെ ഒളിച്ചിരുന്നിട്ടാണ് ഉണ്ടായിരുന്നത്. നൺ ഓഫ് അസ് ന്യൂ ഹിം. ആർക്കും ആ കുഞ്ഞിനെ അറിയില്ല. കാരണം അവനൊരു സൈലൻ്റ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്, അതുകൊണ്ട് അധികം ആർക്കും ആ കുഞ്ഞിനെ അറിയില്ല. ഹി വാസ് ഡാർക്ക് ആൻഡ് സ്മോൾ. ഡാർക്ക് സ്കിന്നാണ് ആൻഡ് സ്മോൾ, ചെറുതാണ്, നീളം കുറഞ്ഞിട്ടാണ്. ഹീ ലുക്ക്ഡ് ഡിഫറെൻറ്റ് ഫ്രം അതർ സ്റ്റുഡൻസ്. മറ്റുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു കുഞ്ഞായിരുന്നു അത്. ഹി ലിവ്ഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടൻ. അവൻ്റെ താമസം എവിടെയായിരുന്നു? മൗണ്ടൻ്റെ അപ്പുറത്തായിരുന്നു. ബിക്കോസ് ഓഫ് ഹിസ് സൈസ് ഹി വാസ് നിക്നെയിംഡ് ചിബി. അവൻ്റെ ആ സൈസ് കൊണ്ട് എല്ലാവരും അവനെ നിക്നെയിം വിളിക്കരുത്. നമ്മൾ വീട്ടിൽ നിന്നൊക്കെ പേര്, നമ്മൾ ഒറിജിനൽ പേരല്ലാതെ വീട്ടിൽ നിന്ന് വേറെ പേര് വിളിക്കില്ല. അതുപോലെ ആ കുഞ്ഞിനെ വിളിച്ചത് ചിബി എന്നായിരുന്നു. ആ വേർഡിൻ്റെ അർത്ഥം എന്താണ്? ടൈനി ബോയ്, കുഞ്ഞു ബോയ്. This strange boy was too scared of our teacher to learn anything. He was too scared to make friends with other children. So he left alone at study time and play time. He was always at the back of a class and at the end of a line. എന്താണ് പറയുന്നത്? ദിസ് സ്ട്രേഞ്ച് ബോയ്, ഈ ഒരു കുട്ടി, ആ കുട്ടിയുടെ ഒരു സ്ട്രേഞ്ച് സ്വഭാവമായിരുന്നു. സ്ട്രേഞ്ച് സ്വഭാവം എന്നൊരു വ്യത്യസ്തമായ, സാധാരണ നമ്മളെ ക്ലാസ് റൂമിൽ കണ്ടുവരാത്ത ഒരു സ്വഭാവമായിരുന്നു ആ കുഞ്ഞിൻ്റേത്. ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് അതർ ചിൽഡ്രൻ. അവന് മറ്റുള്ള കുട്ടികളുമായിട്ട് ഫ്രണ്ട് ആവാൻ ഭയങ്കര പേടിയായിരുന്നു. സ്കെയർഡ് മീൻസ് പേടി. സോ ഹി ലെഫ്റ്റ് എലോൺ അറ്റ് സ്റ്റഡി ടൈം ആൻഡ് പ്ലേ ടൈം. അതുകൊണ്ട് അവൻ എപ്പോഴും ആരുമായിട്ട് ചങ്ങാത്തം കൂടാത്തത് കൊണ്ട് അവൻ എപ്പോഴും ഒറ്റക്കായിരുന്നു. സ്റ്റഡി ടൈം ആയാലും പ്ലേ ടൈം ആയാലും അവൻ എപ്പോഴും ഒറ്റക്കാണ് കണ്ടുവരാറ്. ഹി വാസ് ഓൾവേസ് അറ്റ് ദ ബാക്ക് ഓഫ് എ ക്ലാസ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ. ഹി വാസ് ഓൾവേസ് അറ്റ് ദ ബാക്ക് ഓഫ് എ ക്ലാസ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ലൈൻ. ആ കുഞ്ഞ് എപ്പോഴും അതിൻ്റെതായ ലോകത്ത് ഒറ്റപ്പെട്ടിട്ടായിരുന്നു പഠിക്കുന്ന സമയവും കളിക്കുന്ന സമയവും. ഹി വാസ് ഓൾവേസ് അറ്റ് ദ ബാക്ക് ഓഫ് എ ക്ലാസ്സിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ ഒറ്റയ്ക്ക്, എൻഡ് ഓഫ് എ ലൈൻ, അവസാനത്തെ ബെഞ്ചിലിരുന്ന് പഠിക്കും. പിന്നെ ഏതെങ്കിലും ഒരു ലൈൻ, സ്കൂളിൽ നിന്ന് നമ്മൾ ലൈനിലാക്കില്ല, അസംബ്ലിയിലോ പിന്നെ അങ്ങനെയുള്ള ലൈനിലെല്ലാം അവൻ ലാസ്റ്റ് നിൽക്കും. അതാണ് ആ കുട്ടിയുടെ ഒരു ക്യാരക്ടർ. ബട്ട് ചിബി ഫൗണ്ട് മെനി വേസ് ടു പാസ് ദ ടൈം ആൻഡ് അമ്യൂസ് ഹിംസെൽഫ്. ഹി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്ക് for a long time. Sometimes he would lie gazing at the ceiling for hours. There were many things to interest him. The design on the shirt of a boy sitting next to him, or what he could see out of the window.
പക്ഷേ ഈ കുഞ്ഞ് സ്വന്തമായിട്ട് തന്നെ അവൻ്റെ സമയം സ്പെൻഡ് ചെയ്യാൻ അവൻ പല കാര്യങ്ങളും കണ്ടെത്തി. എങ്ങനെയാണ്? ചിബി ഫൗണ്ട് മെനി വേസ് ടു പാസ് ടൈം ആൻഡ് അമ്യൂസ്. അവനെ തന്നെ സന്തോഷിപ്പിക്കാൻ അവൻ്റെതായ ലോകത്ത് അവൻ ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്തി. എന്തൊക്കെയാണ്? വെറുതെ ഇങ്ങനെ ക്ലാസ്സിൻ്റെ റൂഫ് നോക്കിയിരിക്കും. ഹി വുഡ് ജസ്റ്റ് സ്റ്റെയർ അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് ഡെസ്കിൻ്റെ മുകളിൽ തന്നെ നോക്കിയിരിക്കും ഫോർ എ ലോങ് ടൈം. ഒരുപാട് നേരം അവൻ്റെ ഡെസ്കിൽ തന്നെ നോക്കിയിരിക്കും. സംടൈംസ് ഹി വുഡ് ലൈ ഗേസിങ് അറ്റ് ദ സീലിംഗ് ഫോർ hours. കുറേ മണിക്കൂറുകൾ അവൻ പിന്നെ ആ സീലിംഗ് നോക്കിയിരിക്കും. ദർ വെർ മെനി തിങ്സ് ടു ഇൻട്രസ്റ്റ് ഹിം. ദ ഡിസൈൻ ഓൺ ദ ഷർട്ട് ഓഫ് അപ്പം മുമ്പിലിരിക്കുന്ന കുഞ്ഞിൻ്റെ ഷർട്ടിൻ്റെ ഡിസൈൻ നോക്കും. പിന്നെ അടുത്തിരിക്കുന്ന കുട്ടിയുടെ ഷർട്ടിൻ്റെ ഡിസൈൻ, അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അവൻ സമയം സ്പെൻഡ് ചെയ്യുക. പുറത്ത് വിൻഡോസിൻ്റെ പുറത്തും നോക്കി ഇങ്ങനെ ഇരിക്കും. അങ്ങനെ അവൻ അവൻ്റെതായ ലോകത്ത് അവൻ ടൈം സ്പെൻഡ് ചെയ്തു. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. വൈ ഡിഡ് ചിബി ഹൈഡ് ഇൻ ദ സെല്ലാർ? എന്തിനാണ് ചിബി ഹൈഡ് ചെയ്തത്? ചിബി ഹൈഡ്സ് ഇൻ ദ സെല്ലാർ ബിക്കോസ് ഹി ഫീൽസ് ഡിഫറെൻറ്റ് ആൻഡ് അലോൺ. ഓൾസോ ഹീ ഈസ് എഫ്രൈഡ് ടു ഫേസ് ഹിസ് ടീച്ചേഴ്സ് ആൻഡ് ക്ലാസ്മേറ്റ്സിനെയും കുട്ടികളെയും ടീച്ചേഴ്സിനെയും ഫേസ് ചെയ്യാനുള്ള പേടി കൊണ്ടാണ് അവൻ സെല്ലാറിൻ്റെ ഉള്ളിൽ ഹൈഡായി നിന്നത്, ഒളിച്ചിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ നിക് നെയിം ചിബി മീൻ? ചിബി മീൻസ് അറിയാലോ, ടൈനി ബോയ്. വൈ വാസ് ചിബി ലെഫ്റ്റ് അലോൺ അറ്റ് സ്റ്റഡി ടൈം? എന്തുകൊണ്ടാണ് അവൻ ഒറ്റപ്പെട്ടു പോയത്? ബിക്കോസ് ഹി വാസ് ടു സ്കെയർഡ് ടു മേക്ക് ഫ്രണ്ട്സ് വിത്ത് ഈച്ച് അതർ. മറ്റുള്ള കുട്ടികളുമായി ചങ്ങാത്തം കൂടാൻ അവന് പേടിയായിരുന്നു. അതുകൊണ്ട് അവൻ എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ താല്പര്യപ്പെട്ടു. അങ്ങനെ ഒറ്റയ്ക്ക് മാത്രം ഇരുന്നു. ഓക്കെ, താങ്ക് യു.